രണ്ട് പരിശീലകരുടെ പോരാട്ട വേദി കൂടിയാണ് അത്. ജോസഫ്, ഈ ലയണൽ സ്കലോണി രണ്ടുപേരുടെയും ശൈലികൾ അത് വ്യത്യസ്തമാണ് എങ്കിൽ പോലും ഒരു ശിഷ്യനെ മാസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ഒരു അധ്യാപകനാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ശിഷ്യനെ ആള് കില്ലാടിയാണെന്നുള്ളത്. അത് തെളിയിക്കുകയും ചെയ്തു ലോകവേദിയിൽ. ഈ രണ്ട് പരിശീലകരുടെ തന്ത്രങ്ങൾ എത്തരത്തിലായിരിക്കും? ഇപ്പോൾ ലയണൽ സ്കലോണിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അർജന്റീനയുടെ ശൈലി എന്ന് പറഞ്ഞാൽ മെസ്സിയാണ് അർജന്റീനയുടെ ശൈലി. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഈ ഫൈനൽ വേദിയിൽ കളത്തിൽ ഈ രണ്ട് കോച്ചസിന്റെ, രണ്ട് പരിശീലകരുടെ സ്പെഷ്യാലിറ്റി, ഒരു സൂപ്പർ ഒരു എക്സ്ഫാക്ടർ ആയിട്ട് അവർ മാറാനുള്ള സാധ്യതയുണ്ട്? രണ്ട് പരിശീലകരുടെ നമുക്ക് എടുത്തു പറയണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം സ്കലോണിയെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗുരുശിഷ്യ ബന്ധമൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും ക്ലബ് ഫുട്ബോളിൽ എത്രമാത്രം നേട്ടങ്ങൾ പരിശീലകനായി കൈവരിച്ച ആൾക്കാരല്ല. പക്ഷെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ വന്ന് സക്സീഡ് ചെയ്ത ആൾക്കാരാണ്. അപ്പം ക്ലബ് ഫുട്ബോളിലെ പരിശീലന തന്ത്രവും ഇന്റർനാഷണൽ ഫുട്ബോളിലെ പരിശീലക തന്ത്രവും എല്ലാം വ്യത്യസ്തമാണെന്നും സമയം കുറച്ചാണ് കിട്ടുന്നതെന്നും ഒക്കെ വ്യക്തമായിട്ട് അറിയാം. അവിടെയാണ് സ്കലോണിയുടെ അൺപ്രഡിക്റ്റബിലിറ്റി ഒരുപക്ഷെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. പല മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ മുൻകൂട്ടി പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഡിലാഫിയോന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആയിരിക്കും എന്നുള്ള ആ ഒരു ഹൈബ്രിഡ് മോഡലാണ്. പൊസഷൻ, ട്രാൻസിഷൻ, അറ്റാക്ക്, ഇതെല്ലാം ഉണ്ട്. പ്രതിരോധം ശക്തമാണ്, അതൊക്കെ ശരിവെക്കുന്നു. പക്ഷേ അതിലൊരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട്. ആകെ നമുക്കൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഇന്ന് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ പറയാൻ പറ്റുന്നത് ഫാബിയൻ റൂയിസ് കളിക്കോ, പെഡ്രി മിഡ്ഫീൽഡിൽ കളിക്കോ, അല്ലെങ്കിൽ നിക്കോ വില്യംസ് ആവുമോ അലക്സ് ബയനയുടെ സ്ഥലത്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ, അതായത് മാൻ ഫോർ മാൻ ചേഞ്ചുകൾ മാത്രമേ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. സിസ്റ്റത്തിൽ വലിയ കാര്യമായ മാറ്റങ്ങൾ സ്പെയിനിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മറുവശത്ത് അർജന്റീന നോക്കുക, സെമി പോലെ ഒരു നിർണായകമായ നോക്കൌട്ട് മത്സരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? സ്ഥിരമായി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റോഡ്രിഗോ ഡീപ്പോളിനെ ബെഞ്ച് ചെയ്തിട്ടാണ് സിമിയോണെ വിട്ടതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇടിച്ച് കളിക്കുക, കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ്. സിമിയോണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആയിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് ഈ അർജന്റീന ടീമിന്. ഒത്തിരി അധികം താരങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പാനിഷ് ബന്ധവും തന്ത്രങ്ങളും ഒക്കെ ഉണ്ടാവും അർജന്റീനയുടെ ലൈനപ്പിൽ. പക്ഷെ ഇന്ന് മിഡ്ഫീൽഡിലെ സ്പെയിനിന്റെ കളി അനുവദിക്കാതിരിക്കണമെങ്കിൽ സ്കലോണി എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒരുക്കി വയ്ക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു വൈൽഡ് പ്രൊഡിക്ഷൻ ആണ്. വേറെ ആരും ഒരുപക്ഷെ ചിന്തിക്കുന്നത് പോലും സാധ്യതയില്ല. അങ്ങനെ നടക്കാനും സാധ്യത വളരെ കുറവാണ്. പക്ഷെ അർജന്റീന തുടക്കത്തിലെ ആക്രമിക്കാനും ലീഡ് എടുക്കാനും ഒരു സാധ്യത ഇന്ന് ഞാൻ കാണുന്നു. അതായത് ഇന്ന് അർജന്റീന കഴിഞ്ഞ മത്സരങ്ങളിൽ കാണിച്ച അതിഭീകര കംബാക്കുകൾ അത് മറന്നേ പറ്റൂ. ആദ്യം തന്നെ ഗോൾ സ്കോർ ചെയ്യണം. ഇത് ഫൈനലാണ്. ലീഡ് എടുത്തില്ലെങ്കിൽ ഈ സ്പെയിനെതിരെ അല്പം ബുദ്ധിമുട്ടാകും കാര്യങ്ങൾ എന്ന് തന്നെ പറയണം. അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം സ്പെയിൻ ലീഡ് എടുത്തു കഴിഞ്ഞാൽ അവര് ഭംഗിയായി പൊസഷൻ നിലനിർത്തും, ട്രാൻസിഷൻസ് ഉണ്ടാകും, കൗണ്ടർ അറ്റാക്കിൽ അവരുടെ ത്രെട്ട് നിലനിൽക്കും. അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ അർജന്റീനയ്ക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. നമ്മൾ ഇംഗ്ലണ്ട് ലീഡ് എടുത്തിട്ട് സിറ്റ് ബാക്ക് ചെയ്തതുപോലെ ആവില്ല സ്പെയിനിന്റെ കാര്യങ്ങൾ. പൊസിഷൻ പെട്ടെന്ന് ബോൾ റിക്കവർ ചെയ്യുന്ന ഒരു ടീമാണ് സ്പെയിൻ. ഏറ്റവും വേഗതയിൽ ബോൾ റിക്കവർ ചെയ്യുന്ന ടീമാണ് സ്പെയിൻ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവരിൽ നിന്ന് പന്ത് എടുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് തുടക്കത്തിലെ കളിയുടെ കടിഞ്ഞാണ് അവരുടെ പക്കലാക്കണം. അതിന് മിഡ്ഫീൽഡ് ഡൊമിനേറ്റ് ചെയ്യാനുള്ള ഒരു ലൈനപ്പിനെയാണ് പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ ആവും കാര്യങ്ങൾ എന്നാണ് ഒരു ഊഹം. ഇനി സ്കലോണിയാണ്, അദ്ദേഹം ഇനി എന്താണ് കണ്ടെത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ആണോ ചിന്തിക്കുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ മിഡ്ഫീൽഡ് ഡൊമിനേറ്റ് ചെയ്യണം ഈ മത്സരത്തിൽ. ഒരു നിയന്ത്രണം കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് സ്പെയിനെ പരാജയപ്പെടുത്തണമെങ്കിൽ സ്പെയിനെ ഡൊമിനേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൂടാ. ഓക്കെ, ഈ മിഡ്ഫീൽഡിന്റെ കാര്യം കൂടി സൂചിപ്പിച്ച് നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം. നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സ്പെയിനെ സംബന്ധിച്ച് അവിടെ റോദ്രി നയിക്കുന്ന ഒരു മിഡ്ഫീൽഡ്, മറുവശത്ത് അവിടെ പാരഡൈസിനാണ് ആ ചുമതല. അപ്പോൾ ഈ ലയണൽ മെസ്സി എങ്ങനെയാണ് കൂടുതലും പിന്നിലേക്ക് ഇറങ്ങി നിർത്തിയുള്ള പദ്ധതിയുമായി തന്നെ നിൽക്കുമോ ലയണൽ സ്കലോണി? ഇന്നത്തെ ദിവസം ലിയോണൽ മെസ്സി പിന്നിലേക്ക് ഇറങ്ങി വന്നാലും അദ്ദേഹത്തിന് സപ്ലൈ കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല. അദ്ദേഹത്തിന് പിന്നിലേക്ക് ഇറങ്ങി വരുന്നതോടും അദ്ദേഹത്തിന് സപ്ലൈ കട്ട് ചെയ്യാൻ എളുപ്പമാകും ഒരു പക്ഷക്കാരനാണ്. അല്ലെങ്കിൽ അത്രയധികം ഡീപ്പായിട്ട് പോകണം. പക്ഷെ അവിടെ ഡ്രിബിൾ ചെയ്യാനുള്ള സ്പേസ് അപ്പോൾ കിട്ടണം. എന്നാൽ മെസ്സിക്ക് അതിന് സ്പേസ് ഇല്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം വളരെ കൃത്യമായി, മെസ്സിക്ക് പന്ത് കിട്ടിയാലല്ലേ അപകടം ഉണ്ടാക്കാൻ പറ്റൂ എന്നാവും സ്പാനിഷ് തിങ്ക് ടാങ്ക് മുഴുവൻ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മെസ്സി എന്തുമാത്രം ഡീപ്പായി വരും? മുമ്പിൽ തന്നെ പന്ത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും പിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അർജന്റീനയുടെ മൊമെന്റം ഒന്ന് പതിയെ പോകും.
അവർ പലപ്പോഴും കളിയിൽ നിന്ന് ഔട്ടായ പോലെ തോന്നാറുണ്ട്. കാരണം മെസ്സി അങ്ങനെ പിന്നിലേക്ക് ഇറങ്ങി പുള്ളി നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് കളിക്കുന്നതാണ്. അദ്ദേഹത്തെ പോലെ കളി നിരീക്ഷിക്കുന്ന വേറൊരാൾ കളിക്കളത്തിലില്ല. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ വിടവുകൾ മനസ്സിലാക്കി സാധാരണ ഇൻസ്ട്രക്ഷൻ ഒക്കെ നൽകുകയൊക്കെ ചെയ്യും. പക്ഷെ അത് സംഭവിക്കാതിരിക്കുന്നതാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം അവർക്ക് മിഡ്ഫീൽഡിൽ ഗോൾ വിന്നേഴ്സ് ആയിട്ടുള്ള മെക്കാലിസ്റ്ററും എൻസോയും പരേഡസും ഒക്കെ പന്ത് വീണ്ടെടുത്ത് മെസ്സിക്ക് നൽകുന്നതാവും കൂടെ പെട്ടെന്ന് സ്പെയിനിന്റെ ആ ഒരു ഭദ്രമായ പ്രതിരോധത്തെ തുറക്കാൻ സഹായിക്കുക. റൈറ്റ്, താങ്ക് യു ജോസഫ് ജോർജ്. അതാണെങ്കിലും ജോസഫ് പറഞ്ഞതുപോലെ ഈ മത്സരത്തിൽ മെസ്സിക്ക് എത്രത്തോളം സപ്ലൈ കിട്ടുന്നു എന്നുള്ളതാണ് നിർണായകമാകാൻ പോകുന്നത്. മാത്രമല്ല ഗോൾ സ്കോർ ചെയ്യണം. ഇനി ഇതിനിടയിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ മെസ്സി മത്സരം റീഡ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ സ്പാനിഷ് ഭാഷയിലാണ് ഇവർ സംസാരിക്കുക. അപ്പോൾ രണ്ട് ടീമിനും ആ കാര്യങ്ങളൊക്കെ വ്യക്തമായി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ അത്ര എളുപ്പമല്ല ഈ ലോകവേദിയിൽ, ഇന്നത്തെ ഫൈനൽ വേദിയിൽ എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.